വന്നിട്ടുള്ളത് ഒരു കിടിലൻ ഐറ്റം കൊണ്ടാണ്. അതെന്താന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സാധനം. ഇതിന്റെ ഉള്ളിൽ എന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. പിന്നെ ഡോണ്ട് ആസ്ക് മീ വാട്ട് ഹാപ്പൻ ടു മൈ ഐ. നിങ്ങൾ ചോദിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഓഫീസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ചിരിക്കോളം പോലത്തെ സാധനം എന്റെ കണ്ണിൽ പോയതാണ്. യെസ്, എ ടൈനി ലിറ്റിൽ വൺ. പക്ഷെ സംഭവം ഇപ്പൊ അതെനിക്ക് ശീലമായിട്ട്, അതുകൊണ്ട് ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. പൊന്നു മക്കളെ, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ കൊള്ളിയും പൂട്ടിയാണ്. പക്ഷെ നമ്മുടെ രാജേട്ടന്റെ തട്ടുകടയിലെ ഈ കൊള്ളിയും പൂട്ടിയും അതൊരു വേറെ ഫീല് തന്നെയാണ്. ആക്രാന്തം കാരണം എനിക്ക് കുറെ നേരം വീഡിയോ എടുക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല കേട്ടോ. മുന്നൊരിക്കൽ ഞാനും എന്റെ കസിനും കൂടെ നൈറ്റ് ലേറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇനി വീട്ടിൽ വന്ന് എന്തെങ്കിലും വെച്ചുണ്ടാക്കി തിന്നാനുള്ള മടി കൊണ്ട് കയറിയതാണ് കേട്ടോ ആ ചേട്ടന്റെ കടയിൽ. അതെന്തായാലും നന്നായി പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യം പറയട്ടെ, ഐ ഓൾവേസ് ഹാവ് ആൻ ഇഷ്യൂ ഫോർ ഹൈക്കപ്സ്. ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാതിരിക്കുമ്പോ എനിക്ക് എപ്പോഴും ഉള്ളതാണ് കേട്ടോ ഈ ഹൈക്കപ്സിന്റെ പ്രശ്നം. there is still no proven treatment for hiccups. അതൊക്കെ പോട്ടെ, നമ്മൾ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാജേട്ടന്റെ തട്ടുകടയും അവിടുത്തെ ഫുഡും. സംഭവം അവിടുത്തെ ഫുഡിന് ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, അവർ ഈ പുടിനീടെ ഇല ഉണ്ടല്ലോ, വട്ടത്തിലുള്ള ഇല, ആ ഇലയിലാണ് കേട്ടോ പൊതിഞ്ഞിരുണ്ടായിരുന്നത്. ഇത് ഞാൻ ആദ്യം കഴിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷെ ആ ഇലയിൽ കിട്ടുന്ന ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ എന്നെ പോലെ സ്പൈസി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഈ സാധനം ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ പറഞ്ഞത് ഞാൻ കംപ്ലീറ്റ് കാലിയാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ ഓൾ.